തിരക്കിന്റെ മോൻക്കാണ് ചൊടല്ലാവേനി പോരാൻ വേണ്ടിയിട്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇപ്പോൾ വയനാടാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ രാവിലെ തന്നെ നീച്ചാട് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. ഏകദേശം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഫ്രഷ് ആകുന്നുണ്ട്. ഇമ്മ എണീക്കണോ ഇല്ല അറിയില്ല. നമ്മളെ അടുത്ത് നേരെ താഴത്തെ കോട്ടേജാണ് ഉമ്മാൻ്റെത്. ഉമ്മാനെ പോയി വിളിച്ചോട്ടെ. നല്ല അത്യാവശ്യം നല്ല തണുപ്പുള്ള ക്ലൈമറ്റുള്ള രാവിലെ തന്നെ. ഉമ്മാനെ വിളിച്ച് നീപ്പിച്ചിട്ടുണ്ട്. അച്ഛനെ വിളിച്ചാൻ പോയിട്ടുണ്ട്. ഏതായാലും നമ്മൾ രാവിലത്തെ ടീ ഉണ്ടാക്കട്ടെ. ഞാനിതാ വരുന്നു അങ്ങയുടെ അടുത്തേക്ക്. ഗുഡ് മോർണിംഗ്. ഞാനേ ചായ ഉണ്ടാക്കേണ്ടി വന്നാ. ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിക്കാകാവല്ലേ? റൂമൊക്കെ ആകെ ഫില്ലായിട്ടുണ്ടാവും. ഇതാണ് നമ്മളെ റൂം ഇട്ടാ. ഇന്നലെ രാത്രി ആ ചായ ഉണ്ടാക്കിന്. അപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കട്ടെ. ഓരോ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അല്ലാണ്ട് ഇവിടെ ഇവിടുന്ന് കുടിക്കാതിട്ട് മുടിയൊക്കെ എന്നാലും മറ്റേ സ്വിമ്മിംഗ് പൂളിലാണിട്ട് എന്തൊക്കെ റൈസ് ആയിരിക്കുന്നുണ്ട്. ജലദോഷം പിടിച്ചിക്കണ്. ഒരാഴ്ത്ത നേരെ നമ്മളെ വിൻ്റെ തൊട്ടുള്ള കാഴ്ച കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ലൊരു നൈസുള്ളൊരു റിസോർട്ട് കേട്ടോ. കോഫി ഒക്കെ ഉണ്ട്. പ്രോപ്പർ ഉണ്ടാക്കിയതുകൊണ്ട് സൂപ്പർ ഇല്ലാക്കാറില്ലല്ലോ. ഇതിൽ രാവിലെ തന്നെ ബാത്റൂമില്ല. അങ്ങനെ പുറത്തിറങ്ങി കേട്ടെ. ആൾക്കാരൊക്കെ നീച്ചാവോ. യെസ്. റൂമിന് നേരെ പുറത്തന്നെ ചെറുതായിട്ടൊരു മറ്റേ ബാൽക്കണി ഉണ്ട്. ബാബു എന്തൊക്കെ പറഞ്ഞു ആവല്ലേ? ഞാൻ എന്ത് പറയാനടാ. ഞങ്ങള് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഒന്ന് റിസപ്ഷനിൽ കൂടെ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പൊ എന്തായാലും നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ. അച്ഛൻ ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. അച്ഛന് എല്ലാരും പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്കൊരു മുട്ടാല് അങ്ങനെ കാത്തിക്കാണ്. ഇമ്മച്ചൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് പോരും. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. കുറേ ഉണ്ട്. ഒന്നാമതാക്ക് കാണിച്ചു തരാം. പിന്നെ അമ്മച്ചി ഇതവിടെ ഇരിക്കണു. മാ ഉറക്കം ശരിയായില്ല ഇന്നത്തെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നാമത് നമ്മൾ വരാൻ കാരണം അമ്മേനും അമ്മക്ക് എവിടേക്കെങ്കിലും പോയാലോ ചോദിച്ചപ്പോഴമ്മ നിനക്കായി തിരക്കിന്റെ മോൻക്കാണ് ചൊടല്ലാവേനി പോരാൻ വേണ്ടിയിട്ട്. അപ്പൊ പോന്നു. ഇന്നലെ സത്യം പറഞ്ഞാൽ കൊച്ചിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. കിക്ക് അവിടെ നമ്മളെ സംഘടന കിക്കിന്റെ പരിപാടി ഉണ്ട്. പക്ഷേ നമുക്ക് ഇന്നലെ പെട്ടെന്നൊരു മരണം നടന്നുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ ഏകദേശം 3 മണിക്ക് മയ്യത്ത് എടുത്തത്. പിന്നെ 3 മണിക്ക് മയ്യത്ത് കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ കഴിഞ്ഞ് 3-3:30 ആയിക്കണ്. അപ്പം ഞാൻ ഇമ്മാനോടും ദില്ലിനോടും പറയുന്നത് നമുക്ക് പോകാം, നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. ഞാൻ ഓരോടൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വരാന്ന് പറഞ്ഞു. പന്തലില്ല. അപ്പം എല്ലാവർക്കും കൂടി കാണാന്നുള്ള പ്ലാനിനു. പക്ഷെ ഏകദേശം 4 പിന്നെ പോയിട്ട് കാര്യമില്ല. അവിടെ കഞ്ചിനി കാലെടുക്കും. ഞാൻ അപ്പം ആകെ ഇതായിട്ടനുസരിച്ച് പിന്നെ അപ്പം ഇവരോട് അങ്ങനെ പൊടിക്കാൻ പോകാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മുന്നിട്ട് വിളിച്ച് സെറ്റാക്കിയാണ് റിസോർട്ടിൽ. അങ്ങനെ ഇവിടെ റിസോർട്ടിലേക്ക് എത്തിയാൽ ഏകദേശം 7 മണിയൊക്കെയാണ്. സാധാരണ ഇവിടെ ചെക്കിൻ ടൈം ഒരു 2 മണിക്ക് ടൈമാണ്, ഉച്ചക്കാണ്. പക്ഷെ നമ്മൾ എത്തിക്കണം 7 മണിക്ക്. കാരണം പറഞ്ഞാൽ സംഗതി അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ഇന്നലെ നല്ല അടിപൊളി ഫുട്ബോളും കാര്യങ്ങളൊക്കെ സംഗതി കളിന്റെ ലൈവും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ആയപ്പോ നമ്മൾക്കിത് പോകാൻ പറ്റാഞ്ഞപ്പോ കുട്ടികളും ഉമ്മയൊക്കെ പാടി ഇറങ്ങാണ്ട് പറഞ്ഞ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിച്ചില്ല പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടാക്കിയാണ് നമ്മൾ ഈ റിസോർട്ട്. മരണം പെട്ടെന്നായതുകൊണ്ട് നമുക്ക് അതിന് പങ്കെടുക്കാൻ നിർബന്ധമായി. അങ്ങനെ ആകെ ഇതൊരു ജഗബുഗായി അല്ലമ്മ. അപ്പൊ അങ്ങനെ ആയിട്ട് ഉമ്മയും അച്ഛൻ കൊണ്ടുപോകാറുണ്ട് പറഞ്ഞപ്പോ അങ്ങനെ നമ്മൾ ഒപ്പിച്ചാണ്. നമുക്ക് ഒരു ഏകദേശം ഒരു 11 മണിക്കൊക്കെ നമുക്ക് ഇവിടുന്ന് പോവാം. എന്നാൽ ഒരു 10 മണിക്ക് പോയാൽ തന്നെ 10 മണിക്ക് പറഞ്ഞാൽ 11 മണിക്ക് 10 മണിക്ക് പറഞ്ഞാൽ 11 ആവും. അങ്ങനെ പോകാൻ നിൽക്കട്ടെ. ഒരു 3 മണിയാകുമ്പോൾ കൊല്ലത്തിലൊക്കെ നമ്മൾ കരുതിയിട്ട്. പക്ഷേ ആകെ വളി. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഉള്ളത് വയനാട് എന്താണ് സിസ് റിസോർട്ടിലാണ്. അപ്പൊ റിസോർട്ടിന്റെ കൂടുതൽ ആംബിയൻസും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം രാത്രി വന്നോണ്ട്. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെയൊക്കെ നടന്നൊന്ന് കാണും. എന്നിട്ട് വല്ലനാ നാട്ടിൽ പിടിക്കൂല. അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചുള്ളത്. വന്നിട്ടുണ്ട് വലിയ അലമ്പില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ നിന്ന വില്ലാസാണിത്. ഇത് ഉമ്മാന്റെയും അച്ചുവിന്റെയും അത് ഇന്റെയും ബാബുവിന്റെയും. അപ്പോൾ അച്ചു റെഡി ആയിട്ട് വരുന്നുണ്ട്. എന്താണ്
ചാടിക്കല്ലേ വച്ചുവാ. ഞങ്ങൾ ഷാറൂഖ് ഖാനാണ് ഗൈസ്. അച്ഛന് പൊലിവ്. ഞങ്ങൾ ഷാറൂഖ് ഖാൻ. പൂവല്ലെന്നാ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ. അയ്യോ സ്റ്റെപ്പ് ഇറങ്ങണം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു. വിട്ട ഇതിൻ്റെത് ഞാൻ പൂരി എടുത്തു. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ നമ്മളെ റെസ്റ്റോറൻറ്റ്. അപ്പോ അവിടെ പണി അച്ഛന് ആൾക്കാർ കിട്ടിയാണല്ലോ കളിക്കാന്. അല്ലാവേ അച്ഛനല്ല നമുക്ക് ഗെയിം കളിച്ചാൻ പോലെ. ഗെയിം കളിച്ചാ കളി കണ്ടാ പിന്നെ എൻ്റെ കുട്ടിക്കൊത്ത് വേണ്ടല്ലേ. ആ പൂളെടുക്കണ്ടേ? ഇത് ഇവിടുത്തെ പൂളാണ്, ഞാൻ കാണിച്ചു തരാം. എങ്ങട്ടാ എന്തത് മുന്നോട്ടൊക്കെ കളിക്കാരോ എനിക്ക്. ആ ഉമ്മ വന്നാ പിന്നെ സാമ്പാറിന് കോലിട്ടായിരിക്കാരോ ചെല്ലി ഒക്കെ ഇപ്പൊ തീരുമാനാക്കി തരും. ഉമ്മ മുട്ടണാണ് നോക്കണേ. വെറുതെ അങ്ങോട്ടും കൊണ്ട് മേടിക്കളിച്ചല്ലേ. ഇവിടെ എങ്ങനെ ടൈമിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 മണിക്ക് ചെക്ക് ഇൻ ആവും, 11 മണിക്ക് ചെക്ക് ഔട്ട് ആവും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. റൂമിലെത്തിയിട്ട് മാറ്റാനെടുക്കാൻ പറ്റിയ സാഹചര്യം ഇല്ല. അതെ വീണിന്ന് ഇവിടെ മറ്റേ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പുറത്തിറങ്ങിട്ടോ. ഇമ്മക്കവിടെ വണ്ടി കയറാൻ നമ്മൾ കയറിയത് ട്രിപ്സോൾ വഴിയാണ് നമ്മൾ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രിപ്സോളിൽ ഒരുപാട് വയനാട്ടിലല്ല വേറെ എവിടെ ആയാലും വേണ്ടില്ല നല്ല നല്ല റിസോർട്ടിലുള്ള ഓപ്ഷൻ. അല്ല അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയത് അതൊക്കെ ഓലെ കയ്യിലുണ്ട്. നിങ്ങളുടെ തീമിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഉച്ച ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വെയിലുണ്ട്, മഴ വലിയല്ലേ. നമ്മൾ വയനാട്ടിൽ കയറിയതിന് ശേഷം മഴ പെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഗൈസ് സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അപ്പം നമ്മൾ ഗൈസ് ലഗേജൊക്കെ വണ്ടിക്കൊക്കെ വേണ്ടി പോകണം. ഇനിയൊന്നും വെക്കാല്ല. ചാർജർ അതിൽ ഉമ്മാൻ്റെ ബാഗിൽ കവറിലാ. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ച ടൈമായിരുന്നു. ചോരൻ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നപ്പോൾ എല്ലാവർക്കും സാധാ ചോറ് നല്ലൊരു പോയി. അപ്പം അങ്ങനെ കയറിയതാണ്. നല്ല ഫുഡ് കേട്ടോ. ഒരുപാട് കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചോറ് രസനമ്മ ബിരിയാണി എങ്ങനെയുണ്ട് മാമാ? വയനാട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മമ്മാക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കോള് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മമ്മാനെ കാണാനാണ് പോന്നിട്ടുണ്ടായിരുന്നത്. മമ്മാക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ മമ്മാനെ കണ്ട് അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു.